നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 23. അങ്ങനെ ഇന്നലെ തുടർച്ചയായി 12ാമത്തെ രാത്രിയിലും യുഎസും ഇറാനും തമ്മിലുള്ള പ്രത്യാക്രമണങ്ങൾ തുടരുക തന്നെയാണ് ചെയ്തത്. ഇന്നലത്തോടുകൂടി യുഎസ് പ്രസിഡന്റ് ഭാഗത്ത് നിന്നും പുതുതായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ജനറിക് മെഡിസിന്റെ മുകളിലുള്ള അഡീഷണൽ താരിഫിനെ കുറിച്ചുള്ള ന്യൂസുകൾ കണ്ടിരുന്നു. ഇതിനെ തുടർന്ന് ഇന്ത്യയിലെ ലീഡിംഗ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ഡോക്ടർ റെഡ്ഡീസിന്റെ സിഇഒയുടെ ഭാഗത്ത് നിന്നും ജനറിക് മരുന്നുകളുടെ നിർമ്മാണം യുഎസിലേക്ക് മാറ്റുന്നത് പ്രായോഗികമല്ലെന്നുള്ള പ്രസ്താവന അദ്ദേഹം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം 5 വീക്ക്ലി സീരീസുകൾ ഈ മാസമുണ്ട്. ഇന്ന് സെൻസെക്സിന്റെ 4ാമത്തെ ആഴ്ചയിലെ വീക്ക്ലി എക്സ്പയറി ആയതിനാൽ തന്നെ മാർക്കറ്റിൽ വോളറ്റാലിറ്റി അനുഭവപ്പെടാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. ഇൻഫോസിസ്, ഇന്റർഗ്ലോബ് ഏവിയേഷൻ, സിപ്ല, മീഷോ, മോട്ടിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസസ്, എംഫസൈസ്, ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ, സയന്റ്, ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്, ഇന്റർനാഷണൽ ജിയോമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, മഹീന്ദ്ര ലൈഫ് സ്പേസ് ഡെവലപ്പേഴ്സ്, നോവർട്ടീസ് ഇന്ത്യ, PVR ഐനോക്സ്, സോന BLW പ്രിസിഷൻ ഫോർജിങ്സ്, സ്പന്ദന സ്ഫൂർത്തി ഫിനാൻഷ്യൽ, സൂര്യോദയ സ്മോൾ ഫൈനാൻസ് ബാങ്ക്, തൈറോകെയർ ടെക്നോളജീസ്, ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്ക്, വിശാൽ മെഗാ മാർട്ട് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് അവയുടെ Q1 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കും. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് താഴെയായിട്ടാണ് ഇന്ന് നിഫ്റ്റിക്ക് നിലനിൽക്കുവാൻ സാധിക്കുന്നതെങ്കിൽ ക്രൂഷ്യൽ സപ്പോർട്ട് ലെവലായ 23,800 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം ഡൗൺ സൈഡിലേക്ക് തള്ളിക്കളയാനാവുകയുമില്ല. എന്നാൽ അതേസമയം 23,800 എന്ന ലെവലും അതിശക്തമായി നിഫ്റ്റിക്ക് ഇന്ന് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് സെല്ലിംഗ് പ്രഷർ വർദ്ധിക്കാനും ബിയേഴ്സ് അവരുടെ ഗ്രിപ്പ് ടൈറ്റൻ ചെയ്യാനുള്ള സാധ്യതകളുമാണ് നിലനിൽക്കുന്നത്. എന്നാൽ അതേസമയം 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ട് ഇന്ന് നിഫ്റ്റിക്ക് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ 24,100 തുടർന്ന് 24,200 എന്നീ ലെവലുകളിൽ ഒരുപക്ഷെ ശക്തമായ റെസിസ്റ്റൻസും നേരിട്ടേക്കാം. ഈ ലെവലുകൾക്ക് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ തുടർന്ന് മുന്നോട്ടൊരു പ്രയാണം നിഫ്റ്റിക്ക് സാധ്യമാവുകയുമുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. നഷ്ടത്തോടു കൂടിയിട്ടാണെങ്കിലും തുടർച്ചയായി 2 ട്രേഡിംഗ് സെഷനുകളിലെ കൺസോളിഡേഷന് ശേഷം ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിന് ശക്തമായിട്ടുള്ള ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നു. മാത്രമല്ല 6 ദിവസങ്ങൾക്ക് ശേഷം ചൊവ്വാഴ്ച വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിലേക്ക് തിരിച്ചു വന്നെങ്കിലും ഇന്നലെ വീണ്ടും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നിന്നും 819.20 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് അവരുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തത്. മാത്രമല്ല പതിവിന് വിപരീതമായിട്ട് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും ഇന്നലെ 418.26 കോടി രൂപയ്ക്ക് സെല്ലിംഗ് 2ാമത്തെ ദിനത്തിൽ തുടർന്നു. ADR സ്റ്റോക്സിലേക്ക് വരുമ്പോൾ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ തുടർന്ന ഇടിവ് ഇന്ത്യൻ ADR സ്റ്റോക്സുകൾക്കും തുടരേണ്ടതായിട്ട് വന്നു. ആക്സിസ് ബാങ്ക് ADRന് 1.25%, ഡോക്ടർ റെഡ്ഡീസിന് 9.5%, HDFC ബാങ്ക് ADRന് 2.25%, ICICI ബാങ്കിനും ഇൻഫോസിസിനും 2%, വിപ്രോയ്ക്ക് 0.5% ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. ഇന്ന് ഡൊമസ്റ്റിക്കലിയോ ഗ്ലോബലിയോ പ്രധാനപ്പെട്ട ഇവന്റുകൾ ഒന്നും തന്നെ നിലനിൽക്കുന്നതുമില്ല. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ചൊവ്വാഴ്ച ചിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾക്ക് നേട്ടം കൈവരിക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് US മാർക്കറ്റുകൾക്ക് നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായെങ്കിലും ഒരു ദിവസത്തിന് ശേഷം വീണ്ടും ബിഗ് ടെക് സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി ഏർണിംഗ്സ് വരുന്നതിന് മുന്നോടിയായിട്ട് മാർക്കറ്റ് അനുഭവപ്പെട്ട പ്രഷർ മൂലം വീണ്ടും ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ചിപ്പ് സ്റ്റോക്കുകളിൽ ഉണ്ടായ വീക്ക്നെസ്സും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ എണ്ണയുടെ വിലയിലും ഉണ്ടായ ശക്തമായ കുതിപ്പിന്റെ ഫലമായിട്ട് US മാർക്കറ്റുകൾക്ക് ഇന്നലെ നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. S&P 500ന് നേരിയ നഷ്ടത്തോടുകൂടിയും അതേസമയം നാസ്ഡാക്കിന് 0.5% ഇടിവും നേരിട്ടു. അതേസമയം 3 യൂറോപ്യൻ മാർക്കറ്റ്സിനും ഇന്നലെ ശക്തമായ നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി UK മാർക്കറ്റിന് 1.25%, ഫ്രാൻസ് മാർക്കറ്റിന് 1%, ജർമ്മൻ മാർക്കറ്റിന് 0.5%-ലേറെയും നേട്ടമാണ് ഇന്നലെ കൈവരിക്കുവാനും സാധിച്ചത്. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 1%, കൊറിയൻ മാർക്കറ്റ്
3.25% നേട്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് ട്രേഡിംഗ് ആരംഭിച്ചിട്ടുള്ളത്. എണ്ണയുടെ വിലയിലുള്ള കുതിപ്പ് സസൂതം തുടരുന്നുണ്ട്. ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 1.25%, ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 1.5% ഉയർച്ചയോടുകൂടി ബ്രെന്റ് ക്രൂഡിന്റെ വില $98.74 ആയിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $88.11 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഗോൾഡിന്റെ വില ഫ്ലാറ്റ് ആയിട്ട് പോസിറ്റീവ് സെന്റിമെന്റ്സോടുകൂടി $431.77 പെർ ഔൺസ് എന്ന നിലയിലായിട്ട് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. ഇന്നലത്തോടുകൂടി നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ മാറി മറിഞ്ഞിട്ടുണ്ട്. PCRലും ഇടിവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 0.74 എന്ന നിലയിലേക്ക് എത്തിയപ്പോൾ മാക്സ് പെയിൻ 24,100 എന്ന ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നത്. ഇന്നലെ ഉണ്ടായ ഇടിവിനെ തുടർന്ന് നിഫ്റ്റിക്ക് അതിന്റെ എല്ലാ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളുടെയും 100-day EMAയുടെയും താഴെയായിട്ട് ക്ലോസിംഗ് രേഖപ്പെടുത്തേണ്ടതായിട്ടും വന്നു. ഷോർട്ട് ടൈം വീക്ക്നെസ് തന്നെയാണ് മൊമെന്റം ഇൻഡിക്കേറ്റേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതും. മാത്രമല്ല RSIയിലും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 48.61 എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,200 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. എങ്കിലും 24,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുക. പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് 24,000 എന്ന സ്ട്രൈക്കിലാണ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ റൈറ്റിംഗും നിലവിൽ കാണുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. HCL ടെക്നോളജീസ് തെക്കേ അമേരിക്കയിലെ ആദ്യത്തെ ക്രോസ് പ്ലാറ്റ്ഫോം eSIM കൈമാറ്റ സൗകര്യം ഒരുക്കുന്നതിനായിട്ട് രാജ്യത്തെ 5G സേവന രംഗത്തെ പ്രമുഖരായ ടിം ബ്രസീൽ HCL ടെക്കിനെ തിരഞ്ഞെടുത്തു. റൂബിക്കോൺ റിസർച്ച് ന്യൂജേഴ്സിയിലെ ഈസ്റ്റ് ബ്രൺസ്വിക്കിലുള്ള ഒരു നിർമ്മാണ കേന്ദ്രം $2.9 മില്യൺ ഇൻവാടെക് ഫാർമ സൊല്യൂഷൻസിൽ നിന്ന് ഏറ്റെടുക്കുന്നതായിട്ട് കമ്പനി പ്രഖ്യാപിച്ചു. സോന BLW പ്രിസിഷൻ അത്യാധുനിക ഇലക്ട്രിക് ഹൈബ്രിഡ് പവർ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിനും വികസിപ്പിക്കുന്നതിനും നിർമ്മിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനുമായി ജപ്പാനിലെ ഡെൻസോ കോർപ്പറേഷനുമായിട്ട് 2 ജോയിന്റ് വെഞ്ചറുകൾ ആരംഭിക്കുന്നതിനുള്ള അന്തിമ കരാറുകളിൽ കമ്പനി ഒപ്പുവെച്ചു. ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q1 ഇയർ ബേസിസിലാണ്. പ്രോഫിറ്റില് 69%, റവന്യൂവില് 6% ഇടിവ് രേഖപ്പെടുത്തി. ഇൻഡസ്ഇൻഡ് ബാങ്ക് പ്രോഫിറ്റില് 46.5%, നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 1% വർധനവ് രേഖപ്പെടുത്തി. HPCL കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 4,370.9 കോടി രൂപ പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്ത കമ്പനി ഇത്തവണ 11,526.4 കോടി രൂപയുടെ ലോസ് ആണ് റിപ്പോർട്ട് ചെയ്തതും. അതേസമയം റവന്യൂവില് 26.8% വർധനവും രേഖപ്പെടുത്തി. യുണൈറ്റഡ് സ്പിരിറ്റ്സ് പ്രോഫിറ്റില് 11%, റവന്യൂവില് 6.2% വർധനവ് രേഖപ്പെടുത്തി. തൽന പ്ലാറ്റ്ഫോംസ് പ്രോഫിറ്റില് 20.1%, റവന്യൂവില് 17.8% വർധനവ് രേഖപ്പെടുത്തി. IIFL ഫൈനാൻസ് പ്രോഫിറ്റില് 189.3%, നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 54.8% വർധനവ് രേഖപ്പെടുത്തി. വാരി റിന്യൂവബിൾ പ്രോഫിറ്റില് 34.1%, റവന്യൂവില് 53.2% വർധനവ് രേഖപ്പെടുത്തി. NTPC ഗ്രീൻ എനർജി പ്രോഫിറ്റില് 38.3%, റവന്യൂവില് 62.7% വർധനവും രേഖപ്പെടുത്തി. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.